തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ കുന്നത്തുനാട് എന്ന നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ടാണ് 2020 ലഭിച്ചത് എന്നതുൾപ്പെടെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ ഡേറ്റ പരിശോധിക്കുമ്പോൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നിട്ടുള്ള ബെന്നി ബെഹനാൻ, ഇപ്പോഴത്തെ MP കൂടിയായിട്ടുള്ള ബെന്നി ബെഹനാൻ നേടിയത് 52,523 വോട്ടുകൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. സാധാരണ നിലയിൽ നമുക്കറിയാം, പലപ്പോഴും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഡേറ്റകളുടെ ഭാഗത്ത് 3 പാർട്ടികളുടെ UDFന്റെയും LDFന്റെയും NDAയുടെയും വോട്ട് ഷെയർ ആണ് നമ്മൾ പ്രധാനമായും പങ്കുവയ്ക്കുക മറ്റ് മണ്ഡലങ്ങളിലെ ചിത്രം പരിശോധിക്കുമ്പോൾ. ഇവിടെ ഇതാ വ്യത്യസ്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 52,523 വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ UDFന് ലഭിച്ചുവെങ്കിൽ അവിടെ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് 2020 ആണ്. 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്ന ചാർലി പോൾ നേടിയത് 46,163 വോട്ടുകളാണ്. ആ വോട്ടുകൾ എന്നത് LDFന്റെ C രവീന്ദ്രനാഥിനേക്കാളും NDAയുടെ KA ഉണ്ണികൃഷ്ണനേക്കാളും ഉയർന്ന വോട്ട് വിഹിതമാണ്. അവിടെ രവീന്ദ്രനാഥ് നേടിയത് 39,000 വോട്ടുകളാണ് എങ്കിൽ ഉണ്ണികൃഷ്ണൻ നേടിയത് 8,000 വോട്ടുകളാണ്. ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് 2020 NDAയുടെ കൈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ വോട്ട് വ്യത്യാസം വരേണ്ടത് ചാർലി പോളിന് ലഭിച്ച 46,163 വോട്ടുകൾ പ്ലസ് NDAക്ക് ലഭിച്ച 8,145 വോട്ടുകൾ എന്ന നിലയിൽ ആണ് യഥാർത്ഥത്തിൽ ഈ കണക്ക് മാറേണ്ടത്. ഞാൻ മറ്റൊരു ഡേറ്റ കൂടി പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചിത്രം എന്നതാണ്. അതായത് കുന്നത്തുനാട് ഉൾപ്പെടുന്ന പ്രദേശത്തെ എങ്ങനെയാണ് വോട്ട് വിഹിതം ഉണ്ടായത് 2025 എന്നതാണ്. അവിടെ നോക്കൂ, UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ UDFന്റെ വോട്ട് ഷെയർ എന്നത് 55,000-ന് മുകളിൽ ആണ്. 55,888 ആണ് എങ്കിൽ വീണ്ടും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2020 തന്നെയാണ്. 50,712 വോട്ടുകൾ ആണ് 2020 നേടിയിട്ടുള്ളത്. LDF ആകട്ടെ 43,000 വോട്ട് നേടുന്നു. NDAക്ക് വീണ്ടും 7,758. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം എന്നത് 8,000 ആണ് എങ്കിൽ അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെയും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ 50,000 എന്ന 2020യുടെ വോട്ടും NDAയുടെ 2020 ഇതര NDAയിൽ ഉണ്ടായിരുന്നവർ നൽകിയിട്ടുള്ള 7,788 വോട്ടുകളും ആണ് യഥാർത്ഥത്തിൽ പ്ലസ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ് വസ്തുത. എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നത് നമുക്ക് അറിയില്ല. അതിന് കാരണം എന്താണ് എന്നതാണ്. അതായത് ഈ കണക്കുകൾ നോക്കുമ്പോൾ NDAക്ക് വിജയിക്കാവുന്ന തരത്തിലേക്ക് വോട്ട് വിഹിതം എത്തുമെന്നത് വസ്തുതയാണ്. പക്ഷേ 2020 NDAയുടെ ഭാഗമാകുമ്പോൾ 2020യുടെ അംഗബലം കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതൽ അല്ലേ? ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ 2020 വിട്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഈ BJPയുമായി കൈകൊടുത്തതിൽ പ്രതിഷേധിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ മൈനസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണല്ലോ LDFനും UDFനും പ്രതീക്ഷ പുലർത്താൻ പറ്റുന്നത്. ഡാനി, തീർച്ചയായും അഭിലാഷ്, കൃത്യമായ നിരീക്ഷണമാണ്. കാരണം ഇതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ സാബുവും ജേക്കബിൻ്റെതെല്ലാം തന്നെ വലിയ രീതിയിലൊരു ആത്മവിശ്വാസ പ്രകടനമെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇതുവരെ 2020 നേടിയ വോട്ടുകൾ പ്ലസ് NDA വോട്ടെന്ന രീതിയിലുള്ളൊരു കണക്ക് കൂട്ടലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ അതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് വെറുതെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് വീണു പോകും. കാരണം ഇതിൽ ആ രീതിയിലേക്ക് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുമോ? കാരണം ഇത് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വതന്ത്ര നിലപാടിനിട്ട ഒരു മാർക്ക് 2020 ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. തീർച്ചയായും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഒരുപക്ഷെ അവർക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തുടക്കത്തിൽ കഴിഞ്ഞില്ല എങ്കിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്കി ചിത്രങ്ങൾ വരുമ്പോൾ അവർക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന എല്ലാവരും തന്നെയും പറയുന്നത്. നമുക്ക് ആ രീതിയിലേക്ക് കാണുവാനായിട്ട് സാധിക്കുകയുമില്ല. എന്തായാലും തന്നെയും ഈ തരം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കുറവ് അതിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാവുന്നൊരു കാര്യം, ഇന്നും അവിടെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അത് കോൺഗ്രസിലേക്ക് ചേരുന്ന 2020 വിട്ട് കോൺഗ്രസിലേക്ക് ചേരുന്നവരുടെ വാർത്താ സമ്മേളനമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കുറേ അധികം പേര് CPMലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അത് സാബുവും ജേക്കബ് തന്നെ പറയുന്നുണ്ട്. സ്വാഭാവികമാണ് എന്ന് പറയുന്നത്. ഈ സ്വാഭാവികമായ പ്രവർത്തനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ എത്രമാത്രം പേര് അതിൽ അവശേഷിക്കുന്നു എന്നതാണ് ഇനി കണ്ടറിയേണ്ടതെന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഏതായാലും അവർ പറയുന്നത് പോലെ തന്നെ പലരും തന്നെ കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ തന്നെ തുടർന്നു. പ്രത്യേകിച്ചത്
ന്യൂനപക്ഷങ്ങളാണ് കൂടുതലായിട്ട് തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന നിരവധിയായ പ്രവർത്തകർ 2020 ഉണ്ടായിരുന്നു എന്നതാണ്. അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നതാണ് അവർ എടുത്തു പറയുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു നിലപാടിനോട് തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് തന്നെ അവർ അത് പറയുന്നു. ആ രീതിയിലുള്ള ഒരു പൊഴിഞ്ഞുപോക്ക് എല്ലാ തവണയും ഇത്തവണ കൂടുതലായിട്ട് തന്നെ അതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന രീതിയിലുള്ള അതിലേക്ക് ഒരു ക്യാമ്പയിനിലേക്ക് പോകാൻ പോലും 2020 ഈ നിമിഷം വരെയും സാധ്യമായിട്ടില്ല. കാരണം ഇതിലൊരു വിശദീകരണം വേണമല്ലോ, അല്ലെങ്കിൽ ഒരു വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കണം. വൈകാതെ അത് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അത് എത്രത്തോളം അത് ശക്തമായിരിക്കും? കാരണം വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. അതെല്ലാം തന്നെയും 2020 ചീഫ് കോർഡിനേറ്ററെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാണിജ്യ താല്പര്യങ്ങളും വ്യക്തിഗത താല്പര്യങ്ങളും മാത്രമാണ് ഇതിൽ ചേരുവകളായത് എന്നത് പറയുന്നു. കൂടിയാലോചനകൾ ഇല്ലായിരുന്നുവെന്ന് 2020 നിന്ന് രാജിവെച്ച് പുറത്തു വന്ന പലരും തന്നെ പറയുന്നു. ഏകപക്ഷീയമായൊരു തീരുമാനത്തിലേക്കാണ് ഈ 2020 തീരുമാനങ്ങൾ വന്നത്. ആരുമായി ഇത്തരം ആലോചനകൾ നടത്തിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ഇത് 2020 ഉന്നതരായ നേതാക്കൾ മാത്രം ചേർന്നുകൊണ്ടിരുന്ന തീരുമാനമാണ്. അതിന് തങ്ങളെ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പലരും രാജിവെച്ചത്. ഏതായാലും അതിൻ്റെ ഒരു പ്രതിഫലനം വൈകാതെ തന്നെ ഉണ്ടാകും. കൂടുതൽ പേര് കൊഴിഞ്ഞുപോക്കുകൾ കൂടുതലായിട്ട് തന്നെ വരുന്നു. അങ്ങനെ കൂടുതൽ 2020 വിട്ടുവരുന്നവരുടെ ഒരു സമ്മേളനം നടത്താൻ തന്നെ, വലിയ സമ്മേളനം നടത്താൻ തന്നെ കോൺഗ്രസ് അടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സമാനമായ രീതിയിൽ തന്നെയാണ് CPM-ലേക്കും ആളുകൾ തിരികെ വരികയും ചെയ്യുന്നത്. ഏതായാലും ഒരു സ്വതന്ത്ര ആശയം എന്ന രീതിയിലുള്ള അത്തരമൊരു സ്വത്ത് അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. അത് മറ്റ് NDAയുടെയും BJP-യുടെയും ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എത്രത്തോളം പേർക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ കുന്നത്തുനാടും കിഴക്കമ്പലത്തുമെല്ലാം വലിയ രീതിയിലുള്ള ചിന്തയായിട്ട് വരികയും ചെയ്യുന്നത്. ഏതായാലും വലിയ രാജിവെപ്പും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഈ വോട്ടിലെ കണക്കുകൾ അഭിലാഷ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് നമുക്ക് പറയാനാവില്ല. കാരണം ഇതുവരെ നേടിയ വോട്ടുകൾ പ്ലസ് NDA വോട്ടുകൾ എന്ന രീതിയിലുള്ളത് ഒരു മനക്കോട്ടയായിരിക്കും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അഭിലാഷ്, 2021 തിരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ ആയിരുന്നു 2020 മത്സരിച്ചത്. അതിൽ കുന്നത്തുനാട്, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് കൊച്ചി, വൈപ്പിൻ, എറണാകുളം, തൃക്കാക്കര മണ്ഡലങ്ങളിലും മത്സരിച്ചത്. അങ്ങനെയുള്ള ഡേറ്റകൾ നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്ത് നിന്ന് PV ശ്രീനിജൻ 52,000 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി 49,000 വോട്ടുകൾ VP സജീന്ദ്രൻ നേടി. ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ ആയിരുന്നു 2020 സ്ഥാനാർത്ഥി. 42,000 വോട്ടുകളാണ് നേടിയത്. NDA ആകട്ടെ 7,218 വോട്ടുകൾ നേടുകയും ചെയ്തു. ഇവിടെയെല്ലാം 2020 ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ 2020 സംബന്ധിച്ചിടത്തോളം അതിന് ചില പരിമിതികൾ ഉണ്ട്. അത് മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലെയല്ല. അതിന് കൃത്യമായൊരു നേതൃത്വം എന്നത് സാബു ആണ് എന്ന് പറയുമ്പോൾ പോലും കീഴ്ഘടകങ്ങൾ, വളരെ സംഘടനാ തലത്തിൽ കീഴ്ഘടകങ്ങൾ ഇല്ല എന്നത് പ്രതിസന്ധിയാണ്. പോഷക സംഘടനകൾ ഇല്ല എന്നത് പ്രതിസന്ധിയാണ്. ഇപ്പോൾ മഹിളാ സംഘടന, യുവജന സംഘടന, അങ്ങനെയുള്ള സംഘടനകൾ ഇല്ല എന്നത് പ്രതിസന്ധിയാണ്. 2020 വിജയിപ്പിക്കുന്നതിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായിരുന്നു. ആ ന്യൂനപക്ഷ വോട്ടുകൾ NDAയുടെ കൈ കൊടുക്കുമ്പോൾ മാറി നിൽക്കുമോ? ഇതെല്ലാം തന്നെ അറിയേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ട് 2020 കരുത്തുള്ള കുന്നത്തുനാട് പിടിക്കുക എന്നത് NDAയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.